ഇനി എങ്ങനെയാണ് ഗാമെറ്റ് ഫോം ചെയ്യണേ നമുക്ക് നോക്കാം. ഗാമെറ്റ് ഫോർമേഷൻ. ഗാമെറ്റ് ഫോർമേഷൻ. ഗാമെറ്റ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ സെൽ ഡിവിഷൻ നടക്കണം. രണ്ട് ഡിഫറെൻറ്റ് രീതിയിലാണ് സെൽ ഡിവിഷൻ ഗാമെറ്റ് ഫോം ചെയ്യാനായിട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഗാമെറ്റുകൾ എങ്ങനെയാണ്? ഹാപ്ലോയിഡ് സെല്ലുകളാണ്. ഗാമെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് എപ്പോഴും ഗാമെറ്റുകൾ എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഗാമെറ്റുകൾ എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഏതാണ്? എൻ കണ്ടീഷനാണ്. എൻ കണ്ടീഷനിൽ ക്രോമസോമുകളുടെ കണ്ടീഷനാണ് ഹാപ്ലോയിഡ്. ഇനി ഒരു പാരന്റ് ബോഡി ഹാപ്ലോയിഡ് ആയാലും ഡിപ്ലോയിഡ് ആയാലും ഗാമെറ്റുകൾ എപ്പോഴും എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. നോക്കൂ, ഒരു പാരന്റ് ബോഡി വന്നിട്ട് അല്ലെങ്കിൽ പാരന്റ് ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ബോഡി വന്നിട്ട് അവരുടെ ബോഡിയിൽ ക്രോമസോം കണ്ടീഷൻ ഒരു പക്ഷേ ആ പാരന്റ് ബോഡി എന്തായി എങ്ങനത്തെ പാരന്റ് ബോഡി ആയിരിക്കാം? ഹാപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റ് ബോഡി ആയിരിക്കാം, അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റ് ബോഡി ആയിരിക്കാം. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പോൾ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയുടെ അണ്ടറിൽ വരുന്ന എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചു. മൊണീറ, ഫംഗൈ, ആൽഗെ, ബ്രയോഫൈറ്റ്സ് ഒക്കെ ഹാപ്ലോയിഡിലാണ് വരുന്നത്. മൊണീറ, ഫംഗൈ, ആൽഗെ, ബ്രയോഫൈറ്റ്സ് ഒക്കെ വരുന്നത് ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡിയാണ് ഇവർക്കൊക്കെ ഉള്ളത്. അതേസമയം ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി ആർക്കൊക്കെയാണ് വരുന്നത്? ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഹ്യൂമൻ ബീങ്സ്, ഇവരുടെ ഒക്കെ ബോഡി എങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി, ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി. ഹാപ്ലോയിഡിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളത്? മൊണീറ, ആൽഗെ, ദെൻ ഫംഗൈ, ഇതൊക്കെ ഹാപ്ലോയിഡ് ആണ്. ഒന്നുകൂടിയുണ്ട് ബ്രയോഫൈറ്റ്സ്. ഇവരുടെയൊക്കെ പാരന്റ് ബോഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് കണ്ടീഷൻ, എൻ ക്രോമസോം കണ്ടീഷനിലായിരിക്കും. അതേസമയം ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്, കുറച്ചുകൂടി ഹയർ ലെവലുള്ള ഓർഗാനിസത്തിൻ്റെ ഒക്കെ പാരന്റ് ബോഡി അല്ലെങ്കിൽ ഡിപ്ലോയിഡ് കണ്ടീഷനാവും. ടെറിഡോഫൈറ്റ്, പിന്നെ നമ്മുടെ ജിംനോസ്പേംസ്, പിന്നെ ആൻജിയോസ്പേംസ്, അനിമൽ ആണെങ്കിൽ ഹ്യൂമൻ ബീങ്സ്, ഇവരൊക്കെ എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ പാരന്റ് ബോഡി ഹാപ്ലോയിഡ് ആണെങ്കിലും ഡിപ്ലോയിഡ് ആണെങ്കിലും ഗാമെറ്റുകൾ എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും. വെദർ ദ പാരന്റ് ബോഡി ഈസ് ഹാപ്ലോയിഡ് ഓർ ഡിപ്ലോയിഡ്, ഒരു ഗാമെറ്റ് ആയിട്ട് മാറുമ്പോൾ അത് എപ്പോഴും എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കണം. അതെങ്ങനെയാണ് അത് ഹാപ്ലോയിഡ് കണ്ടീഷനിൽ മാറണം? ഫോർ എക്സാമ്പിൾ, ഹാപ്ലോയിഡ് ബോഡി ആയിട്ടുള്ള ഒരു പാരന്റ് ആണെന്ന് നിൽക്കുക, അതിൽ നിന്ന് ഗാമെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഗാമെറ്റുകൾ ഹാപ്ലോയിഡ് ആണ്. അതിന് നടക്കുന്ന ഡിവിഷനാണ്, സെൽ ഡിവിഷനാണ് മൈറ്റോസിസ്. സോ ഹാപ്ലോയിഡ് പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ ഹാപ്ലോയിഡ് പാരന്റ് ബോഡി ഉള്ള ഓർഗാനിസത്തിൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ നോർമൽ സെൽ ഡിവിഷനാണ്. നോർമൽ ബോഡി സെൽസ് ഡിവൈഡ് ചെയ്യുന്നതിനാണ് മൈറ്റോസിസ് എന്ന് പറയുക. ആ സെൽ ഡിവിഷനിലൂടെയാണ് ഗാമെറ്റ് എന്തായിട്ട് മാറുന്നത്? ഹാപ്ലോയിഡ് ഗാമെറ്റുകളായിട്ട് മാറാം. ഹാപ്ലോയിഡ് ഗാമെറ്റ്. അതേസമയം ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡിൽ തന്നെയുണ്ട്, ഡൈ എന്ന് പറഞ്ഞാൽ 2n കണ്ടീഷനാണ് ഡിപ്ലോയിഡ്. ഈ ഡിപ്ലോയിഡ് പാരന്റ് ബോഡി ആണെന്നുണ്ടെങ്കിൽ അവരും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാവാൻ പാടുള്ളൂ? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമെറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സാധാരണ ഈ മൈറ്റോസിസ് പോലത്തെ സെൽ ഡിവിഷൻ അവിടെ നടന്നാൽ പോരാ, അവിടെ നടക്കുന്ന സെൽ ഡിവിഷന്റെ പേരാണ് മിയോസിസ്. അവിടെ നടക്കുന്ന സെൽ ഡിവിഷന്റെ പേരാണ് മിയോസിസ്. മിയോസിസ് എന്ന് പറഞ്ഞാൽ വേറൊരു റീപ്രൊഡക്റ്റീവ് സെല്ലുകളിൽ മാത്രം നടക്കുന്ന ഡിവിഷനാണ്, സെൽ ഡിവിഷനാണ് മിയോസിസ്. അതുവഴി അവിടെ എന്തുണ്ടാവും? ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഹാപ്ലോയിഡ് ഗാമെറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മിയോസിസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് വേറൊരു പേരുണ്ട്, റിഡക്ഷൻ ഡിവിഷൻ. സോ ഏത് പാരന്റ് ബോഡിയാണോ കിടക്കുന്നത് ഡിപ്ലോയിഡ്, അതിൽ റിഡക്ഷൻ ഡിവിഷൻ അഥവാ മിയോസിസ് വഴിയാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമെറ്റ്. അപ്പൊ നമുക്ക് കാണാം, ഹാപ്ലോയിഡ് പാരന്റ് ബോഡി ആണെങ്കിലും ഡിപ്ലോയിഡ് പാരന്റ് ബോഡി ആണെങ്കിലും ഐദർ ത്രൂ മൈറ്റോസിസ്, ഒന്നുകിൽ മൈറ്റോസിസിലൂടെ അല്ലെങ്കിൽ മിയോസിസിലൂടെ,
അവർ ഫൈനലി ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തായി തന്നെ കിട്ടുന്നത് നമുക്ക് ഹാപ്ലോയിഡ് ഗാമറ്റ് തന്നെയാണ്. ഏത് സെൽ ഡിവിഷൻ ആണെങ്കിലും അത് ഏത് പാരന്റ് ബോഡി ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ടൈപ്പ് സെൽ ഡിവിഷൻ ആണ് നടക്കേണ്ടത്. ഒന്നുകിൽ ഹാപ്ലോയിഡ് ആണെങ്കിൽ മൈറ്റോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ ആവും നടക്കുക, ഡിപ്ലോയിഡ് ആണെങ്കിൽ മിയോസിസ് എന്ന് പറഞ്ഞ സെൽ ഡിവിഷൻ ആവും നടക്കുക. ഇനി ഈ മിയോസിസ് നടക്കണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സെല്ലുകളുണ്ട്. ആ സെല്ലുകളുടെ പേര്, മിയോസിസ് നടക്കുന്ന സെല്ലുകളുടെ പേരാണ് മിയോസൈറ്റ്സ്. മിയോസിസ് നടക്കുന്ന സെല്ലുകളുടെ പേരാണ് മിയോസൈറ്റ്സ്. മിയോസൈറ്റ്സ് എന്ന് ഒന്നുമില്ല, ഗാമെറ്റ് മദർ സെൽ. ഗാമെറ്റ് ഫോം ചെയ്യുന്ന മദർ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ഗാമെറ്റ് മദർ സെൽ. ഗാമെറ്റ് ഫോം ചെയ്യുന്ന മദർ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് മിയോസൈറ്റ്സ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സെല്ലുകളിൽ റിപ്രൊഡക്ഷൻ നടക്കുന്ന ഓർഗാൻസിൽ മിയോസൈറ്റ്സ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെല്ലുകളാണ് മിയോസൈറ്റ്സ്. എന്നാൽ മിയോസൈറ്റ്സ് ഗാമെറ്റ് മദർ സെല്ലുകൾ, അവരിൽ മിയോസിസ് അഥവാ വേറൊരു പേരെന്താണ് പറഞ്ഞത്, റിഡക്ഷൻ ഡിവിഷൻ. റിഡക്ഷൻ ഡിവിഷൻ കഴിഞ്ഞിട്ട് അത് ഡിപ്ലോയിഡിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് ഹാപ്ലോയിഡ് ഗാമെറ്റുകളായിട്ട് മാറും. സോ ഒരു മിയോസിസിന്റെ എൻഡിൽ അവസാനം എന്ത് സംഭവിക്കും, ഈ 2 ക്രോമസോം കണ്ടീഷനിൽ ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഗാമറ്റ് ആയിട്ട് മാറുള്ളൂ. 2 സെറ്റ് ക്രോമസോമിൽ നിന്ന് ഒരു സെറ്റ് മാത്രം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഹാപ്ലോയിഡ് ഗാമറ്റ് ആയിട്ട് മാറും. അതാണ് മിയോസിസിന്റെ അവസാനം. മിയോസിസ് തന്നെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. ഈ മിയോസിസ് 2 കഴിയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ മിയോസിസ് എന്ത് സംഭവിക്കും, ഒരു ഹാപ്ലോയിഡ് ഗാമറ്റ് കിട്ടും. 2 സെറ്റിൽ ഒരു സെറ്റ് ഓഫ് ക്രോമസോം മാത്രം ഗാമറ്റുകളിലേക്ക് പോയി അത് ഹാപ്ലോയിഡ് ഗാമറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്.